സ്വാമി നമസ്കാരം. സ്വാമി, എൻ്റെ പേര് ഗായത്രി. ഇതെൻ്റെ ബാബുവേട്ടൻ. ഞങ്ങൾ മങ്കരക്കാവിൻ്റെ അടുത്തുനിന്ന് വരിക. കുറച്ച് പ്രശ്നങ്ങൾ സ്വാമിയോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. സ്വാമി, ഏത് സമയം നോക്കിയാലേ കള്ളോടിയും പ്രശ്നങ്ങളാണ് വീട്ടിൽ. എന്നും പണിക്ക് പോവും, പക്ഷെ ഒരു ഉറുപ്പ്യ വീട്ടിൽ കൊണ്ടില്ല. ഏത് സമയവും കള്ളൊടിക്കാൻ കാശിട്ട് കയ്യിൽ. വീട്ടിലേക്ക് വല്ല സാധനങ്ങളോ എന്തെങ്കിലും മേടിച്ചു തരാനോ ഒന്നുമില്ല. മാത്രമല്ല, കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ വിചാരം പുള്ളി ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെന്നാ, ഇല്ല പ്രധാനമന്ത്രിയാവും. അമ്മാതിരി ഇടിവെട്ടാണ് വീട്ടിൻ്റെ ഉള്ളിൽ. എൻ്റെ പൊന്നു സ്വാമി, ഇക്ക് കിടക്കാൻ സൗകര്യമില്ല, ഇരിക്കാൻ സൗകര്യമില്ല. അതെ സ്വാമി, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരാം സ്വാമി. ഒന്നൊരു ആശ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു തരും. ബാബു, വീട്ടുപേര് മംഗലത്ത് വളപ്പിൽ. വയസ്സ് 43. കുട്ടികളുണ്ടോ? 2 പേരുണ്ട്. കുട്ടികൾക്കും സൗകര്യമില്ല, വീട്ടിലാർക്കും സൗകര്യമില്ല. രാത്രി ഇങ്ങോട്ട് കുടിച്ച് വരും, എന്നിട്ട് ആ കഞ്ഞിക്കല ആദ്യം എടുത്തിട്ടുണ്ട് വലിച്ചെറിയുക. ഞാൻ ഇപ്പം എൻ്റെ മക്കൾക്ക് 8 മണിയാവുന്നതിന് മുമ്പേ ഭക്ഷണം കൊടുക്കുക. കാരണം എന്നും കുട്ടികൾ പട്ടിണിയാ. ഇയാളെ കൊണ്ടുള്ള ദുരിതം സഹിക്കാൻ കഴിയില്ല. കുടുംബത്തിൽ ആരെങ്കിലും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ തൊട്ടടുത്ത്? ഇയാളുടെ പെങ്ങള് മായ ഞങ്ങൾ വന്നവന് ഇഷ്ടമല്ല. മൊത്തത്തിൽ ശത്രുദോഷം. ആണോ? ഇപ്പൊ ഈ മൂങ്ങിയെ പോലെ ഇരിക്കണ നോക്കണ്ടാട്ടാ. 2 ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ സ്വാമിക്ക് അറിയാഞ്ഞിട്ടാ. 4 ഭാഗത്തും ശത്രുക്കളാണ്. ആണോ? ഇനിയിപ്പൊ എന്താ ഒരു പരിഹാരം സ്വാമി? ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ശരി, ഒറ്റപ്പെട്ടൊക്കെയാണ് ഞങ്ങള്. വയറ്റില് കൈവശം കിട്ടും. പോത്തുംകാലിലും തവളർച്ചിയിലും വേറെ പണി കൊടുത്തു. ഞാൻ അല്ലെങ്കിലേ പറയാറുണ്ട് പുറത്തൊന്നും കഴിക്കരുത് 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 എന്ന്. ഇപ്പൊ എന്തായി? മദ്യസൽക്കാരത്തില് എന്നാ പറയണ്ട. ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിഞ്ഞെന്നേ പോയി. ബിസിനസ് മരത്തിന്റെ പെട്ടിക്കട എന്തായാലും പുളികള് കുറേ. അതല്ല സ്വാമി പറഞ്ഞത്. എല്ലാരും സാധനം മേടിച്ചോണ്ടോ കാശായിട്ട് മേടിക്കൂല. ആ രാവിലെ തുടങ്ങും. ആനേ 8 മണി 8:30 ആകുമ്പത്തിന് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അടുത്ത കാലത്തൊന്നും ശരിയാവില്ല. ഒരു പൂജാണ് ചെയ്യാം. എത്ര രൂപയാവും? അത് നിങ്ങള് ഒരു 20,000 രൂപ വരും. കംപ്ലീറ്റ് ശത്രുദോഷം മാറ്റി തരാം. ഇപ്പൊ ഇന്നൊന്നും ചെയ്യണ്ട. ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാലേ അത് ആരാ ചെയ്ത് എവിടുന്ന കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ശത്രുക്കളാണ് കുടുംബത്തിലാണ് കൂടുതലുള്ളത്. കൂട്ടുകാരന്മാർക്ക്, അയൽവക്കുണ്ട്. ഒറ്റപ്പെട്ട് നോക്കിയാൽ ശത്രുക്കൾ ആരോ കൈവശം കൊടുത്തിരിക്കുന്നേ. അതുണ്ട്. അത് ആൾക്കൊരു സന്തോഷമില്ല. തിരിഞ്ഞളിക്ക് നോക്കിയാൽ ഇവിടെ വന്നപ്പോ തന്നെ ആള് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. സ്വാമി ഇതൊന്നും നോക്കണ്ട. 2 വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പുകില്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്വാമി എഴുതാൻ നോക്ക്, അയാളൊന്നും മിണ്ടില്ല. പോടന രാത്രി ആയിട്ട് 2 വിടണം, അപ്പോഴേ അതിന്റെ തലമുള്ളൂ. തൽക്കാലം ഇപ്പോ ഒരു 41 ദിവസത്തിന് അടക്കം ചെയ്ത മദ്യപാനം നിർത്താനുള്ള. ഇത് അടുപ്പിലിട്ട് കത്തിക്കുക. അതിന്റെ ചാരെടുത്തിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ വിടും.
എഴുതാണ്ട് ആ പേര് പറയാ. എൻ്റെ പേരോ? മായ. പ്രായം? 35. 35. ഇയാളെ പ്രായം? 45. 43 ഉള്ളു. 45 എഴുതിയേക്ക്. രണ്ടെണ്ണം വിടണം. അപ്പോഴേ ഉള്ളു. അതുവരെ ഒന്നും കൊണ്ടില്ല. രണ്ടെണ്ണം വിട്ട് നല്ലതല്ല എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നത്. സ്വാമി ശരിക്കും ഒന്ന് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കും. നല്ല കടും പ്രയോഗം തന്നെ വേണം. ആദ്യത്തെ പെഗ്ഗിലാണ് നിർത്തണം. അപ്പോൾ ഡെയിലി ഉണ്ട് അല്ലേ? ഒരു തട്ടാൻ്റെ അടുത്ത് കൊടുത്തിട്ടേ ഒരു ഐക്കലിൻ്റെ കൂട് അടിക്കുക വെള്ളിൻ്റെ. ഇതെടുത്തിട്ട് ഇയാൾ അരയിൽ വിറ്റ് കൊടുക്കുക. അതിൽ വേറെ സാധനം വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് അടുപ്പിലിട്ട് കരിയിക്കുക. കണ്ണലിട്ടിട്ട് അടുപ്പിലിട്ടാലും മതി. ആ ചാരം എടുത്തിട്ട് ഒഴുക്കുള്ള വെള്ളത്തിലാണ്ട് വിടുക. കണ്ണടിച്ചാണ്ട് പ്രാർത്ഥിക്കുക. കണ്ണടക്കുക. കണ്ണടച്ചിരിക്കുക, പ്രാർത്ഥിച്ചിരിക്കുക. കേട്ടില്ലേ? തുറന്നോ. സ്വാമി ദക്ഷിണ. ദക്ഷിണ വേണ്ട സ്വാമി. ഇതിൽ തോനെയുണ്ട്. വേണ്ട വേണ്ട വേണ്ട. ദക്ഷിണ ഒന്നും പേടിക്കില്ല ഇവിടെ. അയ്യോ അതെ, എൻ്റെ ഒരു പതിവില്ല സ്വാമി. എൻ്റെ ഒരു സമാധാനത്തിനാണ് സ്വാമി. കുറെ ഉണ്ട്. ഇല്ല ഇത് എനിക്കൊരു ബുദ്ധിമുട്ടാവും സ്വാമി. ദക്ഷിണ സ്വീകരിക്കില്ല ഇവിടെ. സ്വാമി ഈ ഒരു ദക്ഷിണ സ്വീകരിക്കണം സ്വാമി. ദക്ഷിണ സ്വീകരിച്ചില്ല മനസ്സമാധാനം ഒരു പരിപാടി ഇല്ല അവിടെ സ്വാമി. ഇത് തോനെയുണ്ട് സ്വാമി. കുറച്ചല്ല. സ്വീകരിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചെയ്യാനില്ല. അതിന്റെ വഴി സ്വാമിയുടെ സംഭവം മനസ്സിലായി. സ്വാമി പൈസ വാങ്ങാതെ ദക്ഷിണ വാങ്ങാതെ ഒരു മനസ്സമാധാനം. പൈസ ഒന്നും വേണ്ട. ദക്ഷിണ വേണ്ടെന്നാ പറയണത്. സ്വാമിക്കുള്ള ദക്ഷിണ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ തന്നെ വാട്ടമാണ് എനിക്ക് കിട്ടിയത്. സത്യമായിട്ടും വൈറ്റാണല്ലോ കിട്ടിയ. എന്റെ ബ്രാൻഡാണത്. സൂപ്പർ ആയിരിക്കണം. കടിച്ചതിനേക്കാളും വലുതാണല്ലോ മടയില്. കള്ളൂടി സ്വാമി. അമൃതാണ്. ഇത് കഴിക്കട്ടെ. നിങ്ങളെ അടുത്തേക്ക് ഞാൻ ഇയാളെ കൊണ്ടുവന്നതേ ഇത് മാറ്റാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് രണ്ടാളും കൂടി നടിക്കാൻ വേണ്ടിട്ടല്ല. എണീറ്റ് വാ. ഭഗവാനേ, സ്വാമി ശിഷ്യനെ കൂടെ അടിച്ച് പൂസായിക്കോളി. നിർത്തിയിട്ട് ജന്തുക്കള് ഇവിടെ വാ മനുഷ്യ. കള്ളടിക്കാൻ നിൽക്കാം. ഒറ്റക്കടിക്ക പോയിക്കോളുക. ഇത്ര നല്ല സാധനം കിട്ടിയിട്ട് കൂടി നിർത്താൻ പറഞ്ഞിരിക്കുക. സൂപ്പർ.